അല്പം കയ്പുണ്ടായിരുന്നു മനസ്സിൽ. കളിച്ചു വളർന്ന തറവാട് പൊളിച്ചു നീക്കുകയാണ്. കണ്ടു നിൽക്കാൻ വിഷമമുണ്ട്. എന്നാൽ ആ കാഴ്ച കാണാതിരിക്കാനും വയ്യ. അവസാന മോഹമായി അറയും നിരയുമെല്ലാം തൊട്ടുതലോടി അസ്വസ്ഥമായി അങ്ങുമിങ്ങും നടക്കുമ്പോൾ തട്ടിന് പുറത്തുനിന്നും ദാ പറന്നിറങ്ങി വരുന്നു പഴയൊരു നോട്ട് ബുക്കിൻ്റെ പാതി പിന്നിയ കടലാസ്. പതിയെടുത്ത് ആകാംക്ഷയോട് അത് വിടർത്തി നോക്കി. മാഞ്ഞു തുടങ്ങിയ അക്ഷരങ്ങളിൽ 2 വരിയായി ആഷിഖ് പ്ലസ് ആയിഷ. അറിയാതെ ചിരിച്ചു പോയതുകൊണ്ടാവാം പുരവൊളിക്കാൻ വന്ന ചേട്ടനെന്നെ കൗതുകത്തോടെ നോക്കിയത്. ആയിഷ ഓർക്കാൻ പതിയെ മറന്നുപോയ തൻ്റെ ആദ്യ പ്രണയം. മഞ്ഞ പട്ടുപാവാടക്കരികിലെ ചുവപ്പ് കര ഇളകി മാറുമ്പോൾ കാലിലെ വെള്ളിക്കുരുസ് കാണാം. ഭൂമിയെ കുറച്ചുപോലും നോവിക്കാതെ വരാന്തയിലൂടെ വെളുത്തു കുരുന്നനെയുള്ള അവളുടെ നടപ്പ്. അതായിരുന്നു ആദ്യമായി അവളെ ശ്രദ്ധിക്കാനുള്ള കാരണം. വരാന്തയിലെ ഓരോ തൂണും എണ്ണി എണ്ണി അവയെ തലോടി നടക്കുന്ന അവളെ ഞാൻ എത്ര തവണ പിന്തുടർന്നുവെന്നോ. അവൾ തൊട്ടിട്ട് പോയ തൂണിലൊക്കെയും മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ പേരെഴുതി വെച്ചിരുന്നു. ഓർമ്മകൾ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോഴാണ് മൊബൈൽ ഫോൺ റിങ് ചെയ്തത്. ഹലോ ആഷി, ഇത് ഞാനാടാ, ജോൺ. നീയോ? നിനക്ക് എത്ര നമ്പരാ? പിന്നെ വരുന്ന 26-ന് നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നീ നാട്ടിൽ വന്നല്ലേ? എല്ലാവരും ഉണ്ടാവും നമ്മുടെ കോളേജിൽ. ശരിടാ, ഞാൻ എത്തിക്കോളാം. ഓക്കെ, ഞാൻ വിളിക്കാം. കോളേജ് കഴിഞ്ഞ് 3 വർഷം ജോലി അന്വേഷിച്ച് നടന്നു. പിന്നെ കയ്യിൽ കിട്ടിയ വിസയുമായി ഗൾഫിലേക്ക്. 4 വർഷത്തെ പ്രവാസത്തിനൊടുവിൽ ലീവിന് തിരിച്ചെത്തിയതാണ്. വീട്ടുകാർ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. വീടൊന്ന് മാറ്റിപ്പണിതാൽ കല്യാണം. ആയിഷ അവളായിരുന്നു മനസ്സിൽ. അവൾ വരുമോ? ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ. 8ാം ക്ലാസ് തൊട്ടേ മനസ്സിൽ കയറിയതാണ് പെണ്ണ്. പിന്നീട് അങ്ങോട്ട് നീണ്ട മൗനമായ പ്രണയം. ഹൈസ്കൂൾ മുതൽ കോളേജ് വരെ അവൾ എവിടെ ചേരുന്നു അവിടെയായിരുന്നു ഞാനും. ഇടയ്ക്കെപ്പോഴോ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഓർക്കാൻ മറന്നുപോയൊരു മുഖമാണത്. ഇപ്പോൾ എന്തോ വീണ്ടും. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ തമ്മിൽ കണ്ടതേയില്ല. എന്തിന്? ഒരു വിവരം പോലും അറിഞ്ഞില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഈയുള്ളവൻ അറിഞ്ഞിരുന്നോ പെണ്ണേ നീ? പറയാൻ പേടിയായിരുന്നു എനിക്ക്. കാണുമ്പോഴുള്ള ആ ചിരിയും മാഞ്ഞു പോയാലോ എന്ന്. ജോണിന് അറിയാമായിരിക്കും അവളെക്കുറിച്ച്. നാട്ടിൽ ചെറുപ്പം തൊട്ടേയുള്ള ചങ്ങാതിയാണ് ജോൺ. സ്കൂളിലും കോളേജിലും എല്ലാം ഒന്നിച്ച്. ബാക്കിയുള്ളവരൊക്കെ പല വഴിക്ക് ജീവിതം പടുത്തുയർത്താനുള്ള തിരക്കിലായിരുന്നു. ജോണിന് പിന്നെ അവൻ്റെ അപ്പൻ സമ്പാദിച്ചു വെച്ചുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. വിളിക്കുമ്പോൾ ആയിഷയെപ്പറ്റി ചോദിച്ചപ്പോഴൊക്കെ അവൻ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കും. പിന്നീട് അങ്ങോട്ട് ഞാൻ ചോദിക്കൽ നിർത്തി. പതിയെ മറന്നതായിരുന്നു. ഇപ്പോൾ ഇതാ ഈ കടലാസ് കഷ്ണം ഓർമ്മകൾക്ക് മീതെ പാറി കളിക്കുന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. കാത്തിരുന്ന ആ 26-ാം തീയതി. ഒരുക്കം ഒട്ടും കുറക്കാതെ തന്നെ യാത്ര ആരംഭിച്ച് വിശാലമായ കോളേജ് കോമ്പൗണ്ടിലേക്ക് കാർ ഓടിച്ച് കയറ്റുമ്പോൾ ആയിഷയെ ഒന്ന് കാണാൻ കഴിയണമെന്നായിരുന്നു മനസ്സിൽ. കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വരാന്തയെ ലക്ഷ്യമാക്കി നടന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ശാന്തമായി കോളേജിനെ കാണുന്നത്. ഹൃദയം ഇവിടെ എവിടെയോ മറന്നു വെച്ച പോലെ. ആരും എത്തിയില്ലെന്ന് തോന്നുന്നു. ജോണിനെ വിളിച്ചു നോക്കാം. ഫോൺ എടുത്ത് അലസമായി മുന്നോട്ട് നോക്കുമ്പോൾ കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. വരാന്തയുടെ അങ്ങേയറ്റത്തായി അതാ വെളുത്ത് കൊരുന്നനെയുള്ള ആ പെൺരൂപം. അതെ, അവൾ തന്നെ, എൻ്റെ ആയിഷ. അടുത്തേക്കുള്ള അകലം കുറയുമ്പോൾ ആകാംക്ഷ കൊണ്ടെൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ആരും എത്തിയിരുന്നില്ല. ഏകാന്തമായ അന്തരീക്ഷം. ഭീതി നിറഞ്ഞൊരു നിശബ്ദത ചുറ്റിലും പടർന്നു നിന്നു. വിശാലമായ ക്യാമ്പസിൻ്റെ അറ്റത്ത് അതാ അവൾ ചിരിച്ചു നിൽക്കുന്നു. ഒരു പേടിയുമില്ലാതെ, തനിച്ച്. തൂവെള്ള ചുരിദാറിൽ ചുവപ്പ് കലർന്ന പൂക്കൾ, മാറോട് ചുറ്റിയിട്ട ചുവപ്പ് തട്ടത്തിൻ്റെ അറ്റം കാറ്റിൽ പാറി കളിക്കുന്നുണ്ട്. എന്തൊരു മൊഞ്ചാണ് പെണ്ണേ നിനക്ക്. ഒരു മാറ്റവും ഇല്ല. അതേ രൂപം, അതേ ചിരി. ഇങ്ങനെ മാറാതിരിക്കാനൊക്കെ ഒരാൾക്ക്. അതും നീണ്ട 7 വർഷക്കാലം. അടുത്തെത്തിയപ്പോൾ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്ന ഞാൻ അറിഞ്ഞു. എന്ത് മിണ്ടണമെന്നറിയാതെ മൗനം ഞങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു. ആഷി, സുഖാണോ നിനക്ക്? പെട്ടെന്നുള്ള അവളുടെ ആ വിളി. ഹോ, എങ്ങനെ നിർവചിക്കും ഞാനതിനെ? ആദ്യമായിട്ടാണിങ്ങനെ. സുഖാണ്.
നിനക്കോ? എനിക്കും. നമുക്ക് കുറച്ച് നടന്നാലോടാ, അവരൊന്നും എത്തിയില്ലല്ലോ. പതിയെ അവളോട് ചേർന്ന് തമ്മിൽ തൊടാതെ വരാന്തയിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഞാൻ ഓർത്തു, എത്ര തവണ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷം. മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഇടക്ക് വരുന്ന മൗനത്തെ ഭേദിക്കുന്നത് അവൾ തന്നെയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ? ചോദിക്കേ. നിനക്ക് ഇഷ്ടമായിരുന്നു എന്നെ? ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. എന്താണ് പറയേണ്ടത് താൻ? നിനക്കറിയില്ലല്ലോ പെണ്ണെ, എത്രത്തോളം നിന്നെ സ്വന്തമാക്കാൻ കൊതിയുണ്ടായിരുന്നു എനിക്ക്. ഈ വൈകിയ വേളയിൽ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? ആഷി, എന്തോന്നും മിണ്ടാത്തെ? അവളുടെ ഈ ആഷി എന്ന വിളി പോലും ഒരു സുഖമുള്ള നോവാകുന്നു. നിനക്കറിയോടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നീ എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലെന്ന്. പക്ഷെ നീ ഒരിക്കൽ പോലും പറഞ്ഞില്ല. എന്താ, ആയിരുന്നില്ലേ? എൻ്റെ കണ്ണിലേക്ക് കുസൃതി നിറഞ്ഞ നോട്ടമെറിഞ്ഞ് ഒരു നിമിഷം അവൾ നിന്നു. കണ്ട കാലമത്രയും മൗനം മുഖമുദ്രയായി കൊണ്ടു നടന്ന പെണ്ണ് വാക്കുകൾ കൊണ്ടെൻ്റെ കൽബ് കീറി മുറിക്കാൻ വന്നതാണോ? ഇഷ്ടമായിരുന്നു ഇവൾക്കെന്നെ. ഇനിയെങ്കിലും പറയാതിരിക്കാനാവില്ല. പക്ഷേ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഞാനത്? ഇനി പറഞ്ഞിട്ട് തന്നെ എനിക്ക് കിട്ടുമോ ഇവളെ? ഇഷ്ടമായിരുന്നു, ഒരുപാട്. എന്തിനും ഞാനിനി അത് മറച്ചു വെക്കണം? കോളേജ് തൊട്ടൊന്നല്ലടി, അതിന് എത്രയോ മുമ്പ്. ഒന്നും മറുത്തു പറയാതെ കുറേ നേരം അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഭംഗിയായി വാരിട്ടെഴുതിയ കണ്ണിലെ കരിമഷിയിൽ നനവ് പടർന്നു. ഈ മഷി എഴുതിയ കണ്ണിലെ പടരുന്ന നേരിയ ചുവപ്പിലും പിടയുന്ന എൻ്റെ ഹൃദയമാണ് പെണ്ണെ. ഇനിയും നീ അറിയുന്നില്ലേ അത്? എനിക്കറിയായിരുന്നു നീ ഇന്നിവിടെ എത്തുമെന്ന്. ഇതൊന്നറിയാൻ വേണ്ടിയാ ഞാൻ. ആഷി, നീ ചെല്ല്, അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മറഞ്ഞേക്കാം. എന്നെ അവർ ക്ഷണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വന്നതെന്ന് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കില്ല. അവർക്കൊരു സർപ്രൈസ് ആവട്ടെ. ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. ഇവൾക്ക് എങ്ങനെ മനസ്സിലായി അവരെത്തിയെന്നത്? പെട്ടെന്നാണ് ആ നിശബ്ദതയെ കീറി മുറിച്ചൊരു വണ്ടിയുടെ നിർത്താതെയുള്ള ഹോണടി കേട്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞത്. വരാന്തയിലൂടെ കോളേജിൻ്റെ മുൻവശത്തേക്ക് നടക്കുമ്പോൾ ഒരു സ്വപ്നലോകത്തെന്ന പോലെ വെറുതെ പുഞ്ചിരിച്ചു. ഇളം കാറ്റിന് പോലും അവളുടെ സുഗന്ധം. എല്ലാവരുമുണ്ട്. അരുൺ, ഷിഹാബ്, അനസ്, നിതിൻ, രമ്യ, അങ്ങനെ എല്ലാവരും. എത്ര കാലമായി കണ്ടിട്ട്. ഡാഷി, നീ തടിച്ചു പോയലിയ. പറയുന്ന ആളങ്ങ് മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി അല്ലേ? അല്ല ജോണെ, ഇത്രയും പേരേ ഉള്ളൂ? വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഇന്ന് നമുക്ക് അടിച്ചു വിളിക്കണം. പഴയകാല ഓർമ്മകളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമ്പോഴും ഉള്ളിൽ നിറഞ്ഞിരുന്നത് അവളായിരുന്നു. ഡാ ജോണെ, വേറെ ആൾ വന്നിട്ടുണ്ട്, നിങ്ങൾ ക്ഷണിക്കാത്തൊരു അതിഥി. അതാരടാ? അവരെല്ലാവരും ആകാംക്ഷയോടെ എന്നെ നോക്കി. നമ്മുടെ ആയിഷ. എൻ്റെ മുഖത്ത് വിരിഞ്ഞ ആ പുൻസിരി എല്ലാവർക്കും മനസ്സിലായിരിക്കും. അവർക്കറിയാലോ എന്നെ. ഏതായിഷ? അതുവരെ തെളിഞ്ഞിരുന്ന ആ മുഖങ്ങളുടെ എല്ലാം പ്രകാശം തെല്ലണയുന്ന ഞാൻ കണ്ടു. ഓ, അറിയാത്ത പോലെ. ഡാ, നീ എന്തായി പറയുന്നത്? അവള് തന്നെയാടാ. ദാ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾ വാ. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ മുഖത്തോട് മുഖവും നോക്കി നിൽക്കുന്നു. ഇവന്മാർക്ക് ഇതെന്താ പറ്റിയേ? ഡാഷി, അവള്. എന്നാൽ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അവൾ നിൽക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി ഞാൻ ഓടി. പക്ഷേ അവിടെയൊന്നും എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. ഈ പെണ്ണിതെവിടെ പോയി ഒളിച്ചു? ഐഷ, ഐഷ! അപ്പോഴേക്ക് അവരെത്തി. എന്താടാ ഇത്? നീ ആരെ കണ്ടെന്നാ? അവള് ഐഷ മരിച്ചിട്ടിപ്പോൾ 3 വർഷമായി കാണും. ഞാൻ പറയാതിരുന്നാ നിന്നോട് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. ആക്സിഡൻ്റ് ആയിരുന്നു അത്രേ. അതായിരുന്നു അവൻ വിളിക്കുമ്പോഴൊക്കെ താല്പര്യമില്ലാത്ത പോലെ. പ്രതീക്ഷിക്കാതെ തലയിലേക്ക് ഒരു അടി വീണ പോലെ ഞാൻ നിന്നു. അവർ പറയുന്നതെല്ലാം ഒരു സിനിമാ കഥ പോലെ തോന്നി എനിക്ക്. അല്ലെങ്കിൽ ഇത്രയും നേരം എൻ്റെ ചാരത്തുനിന്ന് സംസാരിച്ചിട്ട് ഈ ജോൺ എന്താ ഈ പറയുന്നത്? നീ ഒന്നും മറന്നില്ലടാ. അത് തന്നെ ഓർത്തിരുന്ന് എനിക്ക് വെറുതെ തോന്നിയതാവും. അല്ല ജോണേ, ഞാനിതുവരെ സംസാരിച്ചില്ല അവളോട്. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവിടെ ആകെ അവളെ തേടിയണഞ്ഞു. ഇല്ല, അവിടെയൊന്നും അവളില്ല. പിന്നെ ആരായിരുന്നു എൻ്റെ കൂടെ ഇത്രയും സമയം? ആലോചിക്കും തോറും തല പെരുത്തു കയറി. ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത അനുഭവം. ഇതിനായിരുന്നു ഇത്രയും ആശിച്ചത്, മോഹിച്ചത്. ജോൺ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്നും കേൾക്കാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. വരണ്ടായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു.
സ്വന്തമായില്ലെങ്കിലും എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നു എന്ന് കരുതിയിരുന്നു. പറയാതെ പോയ, ഇനിയൊരിക്കലും പറയാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ പ്രഹരം ശക്തമായി എന്നിൽ ഏറ്റുകൊണ്ടിരുന്നു. ഓരോരുത്തരായി വരുന്നുണ്ട്. അതിലൊന്നും ഇനി എൻ്റെ ആയുഷ്യുണ്ടാവില്ലല്ലോ എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ, ഒന്നിനും നിൽക്കാതെ, അവരോടൊന്നും യാത്ര പറയാതെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ വെറുതെ ഞങ്ങൾ സംസാരിച്ചെന്ന വരാന്തയിലേക്കൊന്ന് തിരിഞ്ഞു. ഇല്ല ആയിഷ, നിന്നെ പ്രണയിക്കാതിരിക്കാൻ അശക്തനാണ് ഞാൻ. കാലം എന്നിൽ നിന്നും ഈ പ്രണയത്തെ മായ്ച്ചു കളഞ്ഞേക്കാം. നിന്നിൽ ഞാൻ ഇതുവരെ വേരുറച്ചില്ല. എൻ്റെ പ്രണയം തുറന്നു പറയാനും എനിക്കായില്ല. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് നിന്നിലെ കാറ്റാവണം പെണ്ണേ, മണ്ണാവണം. ഇവിടെ പാടുന്ന കുയിലും അടർന്നു വീണ് നിന്നിലലിയുന്ന ചുവന്ന ഗുൽമോഹർ പൂക്കളും ഈ എനിക്ക് തന്നെ ആവണം.